അതുകൂടാതെ PSC വളരെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ കൂടെയാണ്. പല എക്സാംസിനും ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിച്ചു കാണുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. പേഴ്സണാലിറ്റി വേറെ ഒരു പേരുണ്ടല്ലേ, അത് നമ്മള് നാച്ചുറൽ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയും. അപ്പൊ ഇവിടെ നിന്ന് ഇമ്പൾസ് ജനറേറ്റ് ചെയ്തു, ആ ഇമ്പൾസ് എന്ത് ചെയ്യുന്നു, താഴേക്ക് വരുന്നു അല്ലെ. അവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ ബണ്ടിൽ ഓഫ് ഹിസ് അല്ലെ, ഈ കാണുന്നതാണ് നമ്മുടെ ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയുക. അവിടെ വരുന്നു ഏവിനോട് 40 to 60 ബീറ്റ്സ് പെർ മിനിറ്റിൽ ഹാർട്ട് റേറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യും. And the conduction velocity of AV node is about 0.05 meter per second. ഞാൻ പറഞ്ഞല്ലോ SA നോഡ് സപ്പോസ് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്തില്ല എങ്കിൽ അത് AV നോഡ് ചെയ്യും. അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 40 to 60 ആണ് അല്ലെ. ഹൈ ഓൺ, വെൽക്കം ബാക്ക് ടു എജ്യൂസ് അക്കാഡമി. നമ്മുടെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എക്സാമിന് യൂഷ്വലി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് അധികം താമസമില്ലാതെ തന്നെ നമ്മുടെ JHയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. സോ എപ്പോഴും നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാതെ നേരത്തെ തന്നെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഈ ഒരു ജോലി നമുക്ക് ലഭിക്കാനായിട്ട് കഴിയും. അത് പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ഹാർട്ട് ആണ്. അപ്പൊ നമ്മുടെ സിലബസിലൊക്കെ വളരെ കൃത്യമായിട്ട് അനാട്ടമി ഫിസിയോളജി അല്ലെ, അതിനകത്ത് കൃത്യമായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ഹാർട്ട് എന്ന് പറയുക. അതുകൂടാതെ PSC വളരെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ കൂടെയാണ്. പല എക്സാംസിനും ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിച്ചു കാണുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഒരു അനിമേഷൻ വീഡിയോ കാണും, അതിനുശേഷമാണ് അപ്പൊ നമുക്ക് ഏകദേശം നല്ല രീതിയിൽ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആകും. അതിനുശേഷം നമ്മൾ ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമുക്കിപ്പോ ആദ്യം അനിമേഷൻ വീഡിയോ കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ, നമ്മുടെ ഹാർട്ട് എന്ന് പറഞ്ഞാൽ അതിന് സ്വന്തമായിട്ട് ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സിസ്റ്റം ഉണ്ട് അല്ലെ. അതായത് ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ രണ്ട് കാര്യങ്ങളാണ് നടക്കുക. ഒന്ന്, ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസ് എന്ത് ചെയ്യുന്നു, അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്ത് നമ്മുടെ ഹാർട്ട് മുഴുവൻ പോവാ ചെയ്യുന്നു. നോക്കി നമുക്ക് ഈ ഒരു അനിമേഷനിൽ കാണാം അല്ലെ. നോക്കി ഇവിടെ ഇതുപോലെ ഒരു ഇലക്ട്രിസിറ്റി പോലെ തോന്നുന്നു അല്ലെ. അത് നോക്കി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ അത് വ്യാപിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹാർട്ടിന് സ്വന്തമായിട്ട് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിന് നമ്മൾ എന്താ പറയുക, ഓട്ടോമാറ്റിസിറ്റി എന്ന് പറയില്ല, കഴിവിന് നമ്മൾ ഓട്ടോമാറ്റിസിറ്റി എന്നാണ് പറയുക. ജനറേറ്റ് ചെയ്ത ഇമ്പൾസിന് എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള സ്ഥലത്തേക്ക് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കഴിവുമുണ്ട് അല്ലെ. സോ ഇത് രണ്ട് പ്രത്യേക പിന്നെ പ്രോപ്പർട്ടീസ് നമ്മുടെ ഹാർട്ട് അല്ലെങ്കിൽ കാർഡിയാക് മസിൽസിന് കാർഡിയാക് അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിന് ഹ്യൂമൻ ഹാർട്ടിന് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർക്കാം കേട്ടോ. അതുകൂടാതെ നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അനിമേഷന്റെ സഹായത്തോടു കൂടിയാണ് നമ്മളിത് പഠിക്കുക. നോക്കി, ഈ കാണുന്ന ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ഉണ്ടല്ലേ. ഇത് നമ്മുടെ റൈറ്റ് സൈഡിലുള്ളത് റൈറ്റ് ഏട്രിയവും റൈറ്റ് വെൻട്രിക്കിളും, ലെഫ്റ്റ് സൈഡിലുള്ള ലെഫ്റ്റ് ഏട്രിയവും ലെഫ്റ്റ് വെൻട്രിക്കിളും അല്ലെ. നമ്മുടെ ഇംപ്യൂർ ബ്ലഡ് അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മളെ റൈറ്റ് സൈഡ് ഓഫ് ഹാർട്ടിൽ വരുന്നു. അവിടെ നിന്ന് അതായത് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ആ ബ്ലഡ് എന്ത് ചെയ്യുന്നു, റൈറ്റ് വെൻട്രിക്കിൾസിലേക്ക് പോകുന്നു. റൈറ്റ് വെൻട്രിക്കിൾസിൽ നിന്ന് ഈ ബ്ലഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ പൾമിനറി ബ്ലഡ് വെസൽസിലേക്ക് അല്ലെ, നമ്മുടെ പൾമിനറി ബ്ലഡ് വെസൽസിലേക്ക് പോകുന്നു. പൾമിനറി ബ്ലഡ് വെസൽസിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അതായത് നമ്മുടെ പൾമിനറി ആർട്ടറി വഴി നമ്മുടെ ലങ്സിലേക്ക് പോകുന്നു. അവിടെ പോയിട്ടാണ് ഓക്സിജനേഷൻ നടക്കുക അല്ലെ. ഓക്സിജനേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കാണുന്ന പൾമിനറി വെയിൻസ് വഴി നമ്മുടെ ബ്ലഡ് തിരിച്ച് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു. അവിടെ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പമ്പ് ഔട്ട് ചെയ്ത് അല്ലെ, ബ്ലഡ് പമ്പ് ഔട്ട് ചെയ്ത് പുറമേക്ക് നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് അത് പോകുന്നതാണ് ശരിക്കും ഹാർട്ടിൽ നടക്കാം. പക്ഷെ ഇതിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റം ആക്ട് ചെയ്യുക അല്ലെ. അപ്പോൾ നമ്മുടെ ഹാർട്ടിൽ സ്വന്തമായിട്ട് തന്നെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുക അല്ലെ. അത് എവിടെ നിന്നാണ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുക? അതെ, നമുക്കൊക്കെ അറിയാം എവിടെ നിന്നാണ്. ഈ കാണുന്ന ഏരിയ അല്ലെ, ഇവിടെ നിന്നാണ് ഇലക്ട്രിക്കൽ ഇമ്പൾസ്. നോക്കി, ഒരു ഇടി മിന്നല് പോലെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അല്ലെ. നോക്കി, ഒരു ഇടി മിന്നല് പോലെ നോക്കി ഇടി മിന്നല് പോലെ കാണാൻ കഴിയും. ഇവിടെ നിന്ന് ഇലക്ട്രിക്കൽ ഇമ്പൾസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന് നമ്മൾ എന്താ പറയുക, അതിന് നമ്മൾ SA നോഡ് അല്ലെ. അതിന് നമ്മൾ എന്താണ് SA നോഡ് എന്നാണ് പറയുക അല്ലെ. SA നോഡ് എന്നാണ് പറയുക. SA നോഡ് അല്ലെ, SA നോഡ് എന്നാണ് പറയുക കേട്ടോ. അപ്പൊ SA നോഡിന് വേറെ ഒരു പേരുണ്ടല്ലേ, അത് നമ്മള് നാച്ചുറൽ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് പറയും. അപ്പൊ ഇവിടെ നിന്ന് ഇമ്പൾസ് ജനറേറ്റ് ചെയ്തു, ആ ഇമ്പൾസ് എന്ത് ചെയ്യുന്നു, താഴേക്ക് വരുന്നു അല്ലെ. ഈ SA നോഡിൽ നിന്ന് ഇവിടെയാണ് SA നോഡ്. SA നോഡിൽ നിന്നത് ഇവിടെ AV നോഡ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ AV നോഡ് വരിക. AV നോഡിലേക്ക് വരുന്നു. പക്ഷെ SA നോഡിൽ നിന്ന് സ്ട്രൈറ്റ് അവേ ഇമ്പൾസ് AV നോഡിലേക്ക് അല്ല വരിക. കുറെ ഇമ്പൾസ് ഇവിടെ നോക്കി ട്രാൻസ്മിറ്റ് ചെയ്തിട്ടാണ് ഈ ലെഫ്റ്റ് സൈഡ് ഓഫ് ഹാർട്ടിലേക്ക് പോകും. കുറെ നോക്കി അത് ഇതുവഴിയൊക്കെ നമ്മൾ നോക്കി ഈ പറയുന്ന AV നോഡിലേക്ക് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്തു എത്തുന്നു, അല്ലെങ്കിൽ ഇമ്പൾസസ് ട്രാവൽ ചെയ്തിട്ട് ഈ പറയുന്ന നമ്മുടെ AV നോഡിൽ എത്തുന്നു. അവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ ബണ്ടിൽ ഓഫ് ഹിസ് അല്ലെ, നോക്കി ഈ കാണുന്നതാണ് നമ്മുടെ ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയുക. അവിടെ വരുന്നു. അവിടെ നിന്ന് അത് നോക്കി റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ചസ്, അതുകൂടാതെ തന്നെ നോക്കിയേ നമ്മുടെ നോക്കി നമ്മുടെ റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ചസ്, അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ് വഴി എന്ത് ചെയ്യുന്നു, താഴേക്ക് പോകുന്നു. ഇവിടെ വരുമ്പോൾ അതിന്റെ പേര് നമ്മൾ എന്ത് പറയുന്നു, പുർക്കിഞ്ചി ഫൈബേഴ്സ് അല്ലെ. നോക്കി, പുർക്കിഞ്ചി ഫൈബേഴ്സ് എന്ന് പറയുന്നു അല്ലെ. പുർക്കിഞ്ചി ഫൈബേഴ്സ് എന്ന് പറയുന്നു.
ഈ പെർക്കിൻജി ഫൈബേഴ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഹാർട്ടിന്റെ ഈ ലോവർ ഏരിയാസിൽ അല്ലെ ഇൻഫീരിയർ ഏരിയാസിലേക്കുള്ള ഇമ്പൾസസ് അവിടെ ട്രാൻസ്മിറ്റ് ചെയ്തിരുന്നു. അപ്പൊ ഇതാണ് ഒരു നോർമൽ കോഴ്സ് ഓഫ് നമ്മുടെ കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ തിയറീസ് നോക്കാവേ. അപ്പൊ നമ്മൾ അനിമേഷനിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ഹാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഈ കാണുന്ന എസ് എ നോഡ് അല്ലെ. എസ് എ നോഡ് എന്ന് പറഞ്ഞാൽ സൈനോ എട്രിയൽ നോഡാണ്. ഇത് നമ്മുടെ നാച്ചുറൽ പേസ് മേക്കർ ആയിട്ടാണ് നമ്മൾ പറയപ്പെടുക, അല്ലെങ്കിൽ ഇതൊരു മെയിൻ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് ആണ്. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിഷ്യേറ്റ്സ് ദ ഇമ്പൾസസ് ഫോർ കൺട്രാക്ഷൻ അല്ലെ. നമ്മുടെ ഹാർട്ടിന് കൺട്രാക്ഷന് വേണ്ടിയുള്ള ഇമ്പൾസസ് ഇനിഷ്യേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ. ഇനിഷ്യേറ്റ് ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന നമ്മുടെ എസ് എ നോഡ് കേട്ടോ. എസ് എ നോഡിൽ നിന്നാണ് നമ്മുടെ ഹാർട്ടിന് വേണ്ടുന്ന ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യപ്പെടുക കേട്ടോ. അതുകൂടാതെ ഈ പറയുന്ന എസ് എ നോഡ് കേട്ടോ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. എസ് എ നോഡ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ? ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് സുപ്പീരിയർ വെന കാവ ആൻഡ് റൈറ്റ് ഏട്രിയം കേട്ടോ. നമ്മുടെ എന്താ സുപ്പീരിയർ വെന കാവ ഹാർട്ടിലേക്ക് എൻറ്റർ ചെയ്യുന്നു അല്ലെ. നോക്കി ഇവിടെ നമ്മുടെ സുപ്പീരിയർ വെന കാവ ഹാർട്ടിലേക്ക് എൻറ്റർ ചെയ്യുന്നു. അത് കൂടാതെ നമ്മുടെ നമ്മുടെ റൈറ്റ് ഏട്രിയം അല്ലെ, നമ്മുടെ റൈറ്റ് ഏട്രിയം. അപ്പം ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ എസ് എ നോഡ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുക, ഓർ ഇൻ ദ വാൾ ഓഫ് ദ റൈറ്റ് ഏട്രിയം. ആൻഡ് എസ് എ നോഡ് ജനറേറ്റ്സ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് അറ്റ് 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് നമ്മുടെ എസ് എ നോഡ് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നത് ഒരു 60 to 100 ടൈംസ് പെർ മിനിറ്റ് അല്ലെങ്കിൽ ബീറ്റ്സ് പെർ മിനിറ്റ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് നമ്മുടെ എസ് എ നോഡ് ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബീൻ കൺട്രോൾഡ് ബൈ സിമ്പത്തറ്റിക് ആസ് വെൽ ആസ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം കേട്ടോ. നമ്മുടെ സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ് ഈ പറയുന്ന എസ് എ നോഡിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് കൂടെ ഓർത്തിരിക്കാം. പിന്നെ നോക്കിയാൽ വേറൊരു കാര്യമാണ് ഇന്റർ നോഡൽ ഫൈബേഴ്സ്. അതായത് എസ് എ നോഡിൽ നിന്ന് ഇമ്പൾസസ് നമ്മുടെ എ വി നോഡിലേക്ക് എത്തും അല്ലെ. പക്ഷെ അതിനിടയിൽ കുറച്ച് ഫൈബേഴ്സ് ഉണ്ട്, അതിനെയാണ് നമ്മുടെ എന്താ ഇന്റർ നോഡൽ ഫൈബേഴ്സ് എന്ന് പറയുക. സോ ബാൻഡ്സ് ഓഫ് ഫൈബേഴ്സ് connecting the SA node to the AV node അല്ലെ. അതിനാണ് നമ്മൾ എന്ത് പറയുക, ഇന്റർനോഡൽ ഫൈബേഴ്സ് എന്ന് പറയുക. സോ ദേ ഇൻക്ലൂഡ് മെയിൻലി 3 ബാൻഡ്സ് ഓഫ് ഫൈബേഴ്സ് കേട്ടോ. മെയിൻ ആയിട്ട് ഇവിടെ 3 ബാൻഡ്സ് ഓഫ് ഫൈബേഴ്സ് ആണ് വരിക. ഏതൊക്കെയാണ്? ഒന്ന് ആന്റീരിയർ, 2 മിഡിൽ ആൻഡ് മൂന്നാമത്തത് പോസ്റ്റീരിയർ. ഇത് പഠിച്ചോണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാതെ. അതായത് ആന്റീരിയർ ഇന്റർനോഡൽ ട്രാക്ട് ഓഫ് ബച്ച്മാൻ എന്ന് പറയും. പിന്നെ മിഡിൽ വരുന്നത് ഇന്റർനോഡൽ ട്രാക്ട് ഓഫ് വെങ്കി ബാക്ക് ആൻഡ് ലാസ്റ്റ് പോസ്റ്റീരിയർ, അതായത് ഏറ്റവും ബാക്കിലേക്ക് വരുന്നത് പോസ്റ്റീരിയർ ഇന്റർനോഡൽ ട്രാക്ട് ഓഫ് തോറൽ കേട്ടോ. അപ്പൊ അങ്ങനെ 3 തരത്തിലുള്ള കേട്ടോ, 3 തരത്തിലുള്ള ഇന്റർനോഡൽ ഫൈബേഴ്സ് ആണ് ഇവിടെ വരിക. എനിക്ക് നെക്സ്റ്റ് പറഞ്ഞാൽ എ വി നോഡ് അല്ലെ. അതായത് നമ്മുടെ എട്രിയോ വെൻട്രിക്കുലർ നോഡ്, ഇതാണ് നമ്മുടെ എ വി നോഡ് എന്ന് പറയുക. സോ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ലോവർ ആസ്പെക്ട് ഓഫ് ദ ഇന്റർ എട്രിയൽ സെപ്റ്റം നിയർ ദ ട്രൈക്കസ്പിഡ് വാൽവ് കേട്ടോ. നമ്മുടെ ട്രൈക്കസ്പിഡ് വാൽവിന് നിയർ ആയിട്ടാണ് ഈ പറഞ്ഞ ഈ എട്രിയോ വെൻട്രിക്കുലർ വാൽവ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. റിസീവ്സ് ദ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഫ്രം ദ എസ് എ നോഡ് കേട്ടോ. നമ്മുടെ എസ് എ നോഡിൽ നിന്ന് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് റിസീവ് ചെയ്യുന്നത് നമ്മുടെ എ വി നോഡിലാണ്. ഇറ്റ് ഇസ് ഓൺലി കണ്ടക്ടിങ് പാത്വേ ബിറ്റ്വീൻ എട്രിയ ആൻഡ് വെൻട്രിക്കിൾസ്. നമ്മുടെ എട്രിയയും അതുകൂടാതെ വെൻട്രിക്കിൾസ് അല്ലെ, ഇതിനിടയിലുള്ള ഒരു ഏക പാത്വേ എന്ന് പറയുന്നത് ഈ എട്രിയോ വെൻട്രിക്കുലർ നോഡാണ്. ഇമ്പൾസസ് ഫ്രം ബോത്ത് എട്രിയ റീച്ച് ദ AV നോഡ് കേട്ടോ. ഈ രണ്ട് നോക്കി, ഈ റൈറ്റ് എട്രിയം റൈറ്റ് വെൻട്രിക്കിൾ രണ്ടിടത്തു നിന്നുള്ള നമ്മുടെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് എന്ത് ചെയ്യുന്നു, AV നോഡിൽ റീച്ച് ചെയ്യുന്നു, വിച്ച് കണ്ടക്ട്സ് ദം ടു ദ വെൻട്രിക്കിൾസ് വയ ദ AV ബണ്ടിൽ കേട്ടോ. അവിടെ നിന്ന് അത് വെൻട്രിക്കിൾസിലേക്ക് AV ബണ്ടിൽ വഴി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് നമ്മുടെ AV നോഡ് അല്ലെങ്കിൽ എട്രിയോ വെൻട്രിക്കുലർ നോഡ് എന്ന് പറയുക. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യമാണ് ഇഫ് ദ എസ് എ നോഡ് ഫെയിൽസ് കേട്ടോ. ഇവിടെ സപ്പോസ് നോക്കിയാൽ എസ് എ നോഡ് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യാൻ ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പ്ലാൻ ബി ഉണ്ടല്ലേ, അതെന്താണ്? ദാറ്റ് ഇസ് ദ AV നോഡ് കേട്ടോ. ദ AV നോഡ് ക്യാൻ ഇനിഷ്യേറ്റ് ആൻഡ് സസ്റ്റെയിൻ എ ഹാർട്ട് റേറ്റ് ഓഫ് 40 to 60 ബീറ്റ്സ് പെർ മിനിറ്റ്. ഞാൻ പറഞ്ഞു എസ് എ നോഡിന്റെ ഒരു റേറ്റ് അല്ലെങ്കിൽ റേറ്റ് പെർ മിനിറ്റ് എന്ന് പറയുന്നത് 60 to 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. ഇപ്പൊ എസ് എ നോഡ് സപ്പോസ് ഈ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യാൻ ഫെയിൽ ആയിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യും, AV നോഡ് ആ ജോലി ഏറ്റെടുക്കുകയും AV നോഡ് 40 to 60 ബീറ്റ്സ് പെർ മിനിറ്റിൽ ഹാർട്ട് റേറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യും. And the conduction velocity of AV node is about 0.05 meter per second കേട്ടോ. ഈ conduction velocity of AV node എന്ന് പറയുന്നത് 0.05 meter per second ആണ്. And impulse from the AV node takes about 0.08 to 0.1 second കേട്ടോ. ഈ impulse okay AV node നിന്നുള്ള impulse ഏകദേശം 0.08 to 0.1 second എടുക്കും. എന്തിനാണ്? For its transmission to bundle of His. ഈ bundle of Hisലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്ത് എത്താനായിട്ട് 0.08 to 0.1 second എടുക്കുന്നുണ്ട്. And this delay is called as AV nodal delay കേട്ടോ. അപ്പൊ ഈ ഒരു ഡിലേ നമ്മൾ പറയുന്നത് എന്താണ്? AV നോഡൽ ഡിലേ അല്ലെങ്കിൽ എട്രിയോ വെൻട്രിക്കുലർ നോഡൽ ഡിലേ എന്ന് നമ്മൾ പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഇത് കൂടെ ഒന്ന് ഓർത്തിരിക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. AV നോഡൽ ഡിലേ എന്ന് പറഞ്ഞാൽ 0.08 to 0.1 സെക്കൻഡ് ആണ് ഈ AV നോഡൽ ഡിലേ എന്ന് പറയുക. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന സ്ട്രക്ചർ ആണ്
AV ബണ്ടിൽ അല്ലെ, അതായത് എട്രിയോ വെൻട്രിക്കുലർ ബണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ബണ്ടിൽ ഓഫ് ഹിസ് കേട്ടോ. ഇതാണ് നമ്മുടെ എന്താ ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയുക. സോ ഫ്രം ദ AV നോഡ് ദ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്റേഴ്സ് ദ AV ബണ്ടിൽ അല്ലെ. നമ്മുടെ എട്രിയോ വെൻട്രിക്കുലർ നോഡിൽ നിന്ന് ആക്ഷൻ പൊട്ടൻഷ്യൽ നമ്മുടെ AV ബണ്ടിലേക്ക് കേട്ടോ. ഇവിടെ നിന്ന് നമ്മുടെ എന്താ AV ബണ്ടിലേക്ക് ആക്ഷൻ പൊട്ടൻഷ്യൽ എൻ്റർ ചെയ്യുന്നു. ലൊക്കേറ്റഡ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം അല്ലെ. ഈ ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റത്തിന്റെ റൈറ്റ് സൈഡിലാണ് ഈ പറഞ്ഞ AV ബണ്ടിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുക. This bundle does not allow retrograde conduction of impulses back to atria. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നോക്കി once ഇമ്പൾസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ബാക്കിലേക്ക് ഇമ്പൾസസിന് പോകാനായിട്ട് കഴിയില്ല. കാരണം ഈ ബണ്ടിൽ ഒരു വൺ വേ ട്രാഫിക് ആണ് ഇത് എന്താ കൺട്രോൾ ചെയ്യുക കേട്ടോ. പിന്നെ നോക്കി സ്പീഡ് ഓഫ് കണ്ടക്ഷൻ ഇൻ ദ ബണ്ടിൽ ഓഫ് ഹിസ് ഈസ് അബൌട്ട് 1 മീറ്റർ പെർ സെക്കൻഡ് കേട്ടോ. ഇവിടുത്തെ നോക്കി ബണ്ടിൽ ഓഫ് ഹിസിലെ സ്പീഡ് ഓഫ് കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 1 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇതാണ് ബേസിക്കലി നോക്കി ഇതുവരെയുള്ള കണ്ടക്ഷൻസ് നമ്മൾ പഠിച്ചു. അതായത് SA നോഡും അവിടെ നിന്ന് AV നോഡും. അപ്പൊ SA നോഡിൽ നിന്ന് AV നോഡിലേക്ക് എത്താനായിട്ട് നോക്കിയാൽ ഈ ബെസ്മാൻ ബണ്ടിൽസ് അല്ലെ, ഇങ്ങനെയുള്ള ബണ്ടിൽസ് ഇന്റർനോഡൽ ട്രാക്സ് വരുന്നുണ്ട്. അവിടെ നിന്ന് എന്താ ഈ ബണ്ടിൽ ഓഫ് ഹിസ് വരുന്നു. പിന്നെ അവിടെ നിന്ന് എന്താണ് നമ്മുടെ ബണ്ടിൽ ബ്രാഞ്ചസ്. പിന്നെയാണ് അത് പെർക്കിഞ്ചി ഫൈബേഴ്സിലേക്ക് ഈ പറയുന്ന നമ്മുടെ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്തു പോവുക അല്ലെ. പിന്നെ വരുന്നത് നോക്കിയാൽ റൈറ്റ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് ആണ്. സോ ഫ്രം ദ AV ബണ്ടിൽ ദ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്റേഴ്സ് ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ് അല്ലെ. AV ബണ്ടിൽ നിന്ന് ഈ പറയുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ റൈറ്റ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസിലേക്ക് എൻ്റർ ചെയ്യുന്നു. പിന്നെ ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് അഗൈൻ ഡിവൈഡ്സ് ഇൻടു ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ വെസിക്കിൾസ് കേട്ടോ. നോക്കിയേ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചിൽ നിന്ന് കേട്ടോ, ഈ ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചിൽ നിന്ന് പിന്നീട് അത് ആന്റീരിയർ പോസ്റ്റീരിയർ ആയിട്ട് നോക്കി ആന്റീരിയർ പോസ്റ്റീരിയർ വെസിക്കിൾസ് ആയിട്ട് ഇത് ഡിവൈഡ് ചെയ്തു പോകുന്നുണ്ട്. ആൻഡ് ദ ബണ്ടിൽ ബ്രാഞ്ച് എക്സ്റ്റെൻസ് ത്രൂ ദ ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം ടു ദ അപെക്സ് ഓഫ് ദ ഹാർട്ട്. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഈ ആന്റീരിയർ ബണ്ടിൽ ബ്രാഞ്ച് ആണ്, ഇതാണ് എന്ത് ചെയ്യുന്നു നമ്മുടെ ഈ പറയുന്ന അപെക്സ് ഓഫ് ദ ഹാർട്ടിലേക്ക് എന്താ മൈഗ്രേറ്റ് ചെയ്ത് പോകട്ടോ. അപ്പൊ അതുകൂടെ ഒന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ് പെർക്കിഞ്ചി ഫൈബേഴ്സ് അല്ലെ. നോക്കിയാൽ പെർക്കിഞ്ചി ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, കണ്ടക്ട്സ് ഇമ്പൾസസ് ഫ്രം അപെക്സ് ഓഫ് ദ ഹാർട്ട് ടു റിമൈൻഡർ ഓഫ് ദ മയോകാർഡ്. നമ്മുടെ നോക്കിയാൽ ഹാർട്ടിന്റെ അപെക്സിൽ നിന്ന് നമ്മുടെ മയോകാർഡത്തിന്റെ ബാക്കിയുള്ള ഏരിയാസിലേക്കൊക്കെ ഒക്കെ സപ്ലൈ ചെയ്യുന്നതാണ് ഈ ഒരു ഫൈബേഴ്സിനാണ് നമ്മൾ എന്ത് പറയുക, പെർക്കിഞ്ചി ഫൈബേഴ്സ് എന്ന് പറയുക. സോ ഇറ്റ് ഫോംസ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ കണ്ടക്ഷൻ സിസ്റ്റം കേട്ടോ. നമ്മുടെ കണ്ടക്ഷൻ സിസ്റ്റത്തിന്റെ ലാസ്റ്റ് പാർട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന പെർക്കിഞ്ചി ഫൈബേഴ്സ് എന്ന് പറയുക. സോ പെർക്കിഞ്ചി ഫൈബേഴ്സ് can act as pacemaker if the SA node and AV node fail with a rate between 20 to 40 beats per minute. അതായത് ഞാൻ പറഞ്ഞല്ലോ SA നോഡ് സപ്പോസ് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്തില്ല എങ്കിൽ അത് AV നോഡ് ചെയ്യും. അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 40 to 60 ആണ് അല്ലെ. AV നോഡ് ചെയ്തില്ല എങ്കിൽ പിന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഈ പറയുന്ന പെർക്കിഞ്ചി ഫൈബേഴ്സ് റേറ്റ് ഇനിഷ്യേറ്റ് ചെയ്യും. അതിന്റെ സ്പീഡ് അല്ലെങ്കിൽ അതിന്റെ റേറ്റ് ഓഫ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ ആണ് 20 to 40 ബീറ്റ്സ് പെർ മിനിറ്റ് എന്ന് പറയട്ടോ. ഇതാണ് ബേസിക്കലി നമ്മുടെ കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക, ഓർത്തിരിക്കുക, കാരണം ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അപ്പം എല്ലാവരും കേട്ടോ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിച്ചു കൊടുക്കുക. കാരണം അധികം ദിവസം നമുക്ക് എക്സാം പ്രിപ്പറേഷൻ വേണ്ടി കിട്ടില്ല. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.